അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷത്തേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം കേട്ടോ. അന്നതാ 5:30 കഴിഞ്ഞു. സാധാരണ അതിനായിട്ട് എത്തിയിട്ടില്ല. അപ്പോഴേക്കും ഞാൻ എന്ത് അറിയുമോ, തിരുമ്പൽ മുഴുവൻ ഒഴിച്ചു. ഉച്ചയ്ക്ക് ഇതുപോലെ കുറച്ചായിരുന്നു കിടന്നു കേട്ടോ. കിടന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ തുടങ്ങിയത്. പിന്നെ അപ്പോഴേക്കും അമ്മ വന്നു. പിന്നെ കുറച്ച് നേരം അവരെ കോളേജിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ചായ കുടിച്ചിട്ട് പപ്പൂസ് വന്നിട്ടുണ്ട്. അങ്ങനെ എക്സാമിന് ഇപ്പം നാളെ മക്കൾക്കൊക്കെ ലീവാട്ടോ. നാളെ ലീവ് എൻ്റെ മുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ലീവാണ് നാളെ. ഒരു ചോറ് വയ്ക്കുക ചെറിയ ഉച്ചയ്ക്ക് രസമായിരുന്നു. ഒരു മീൻ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് അറിയില്ല. അതിപ്പോൾ വന്നറിയാം പിന്നെ എന്താ കൊണ്ടുവരാൻ. പിന്നെ ഇപ്പം എന്താ ഇന്നത്തെ കാലാവസ്ഥ നല്ലൊരു കാലാവസ്ഥ കേട്ടോ. നമുക്കിന്നിവിടെ വെയിലാകുന്നു. തിരുമ്പാനും ഇതിനൊക്കെ സുഖമായിരുന്നു. ഉണങ്ങി കിട്ടിയാണ് കുറേയൊക്കെ. അപ്പോൾ വിളക്കൊക്കെ വേണം. പിന്നെ ഇപ്പം എന്താ കുഴലുണ്ട്. കുഴല കൂട്ട് കയറ്റിയിട്ടില്ല. കുഴല കൂട്ട് കയറ്റണം. ഇനിയിപ്പം ഇനി അടുത്ത പരിപാടി നോക്കട്ടെ. ഇനിയിപ്പോൾ അരി അരയ്ക്കാനുണ്ട് കേട്ടോ. അരി വെള്ളത്തിലുണ്ട്. അരി അരയ്ക്കാനും കൂടെ ഉണ്ട്. കയ്യിൻ്റെ അത് മാറുന്നുണ്ട്. പക്ഷെ എന്നാലും ഭയങ്കര ചൊറിച്ചിലെന്നാ ഉണ്ടായത്. എന്ത് കടിച്ചതാണോ എന്നറിയില്ല. ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. മരുന്നൊന്നുമില്ല. ഒരു ഓയിൽമെൻറ്റും ഉണ്ട്. ഇന്നലെ ഞാൻ വീഡിയോ നിൽക്കില്ല കേട്ടോ. വീഡിയോ നിൽക്കില്ല. കാരണം ഇന്നലെ മൊത്തം ഞാൻ ഗുളിക വെച്ചിട്ടേ ഉച്ചയ്ക്കാണ് ഞാൻ കുടിച്ചത്. എന്നിട്ട് വന്നതും കിടന്നുറങ്ങി. പിന്നെ ഒരു മാതിരി കോഴി അഞ്ചാ പിടിച്ച പോലെ അറിയില്ലായിരുന്നു. അങ്ങനെ കിടന്നുറങ്ങുക. തലയ്ക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ ഇന്നലെ ഒന്നും കൊടുത്തില്ല. വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇട്ടാലേ നമുക്ക് ഡെയിലി ഇടണമെന്നൊക്കെ പറയും. എന്നാലും കഴിയണ പോലെ കേട്ടോ. കോഴിയൊക്കെ വന്ന് എൻ്റെ ഓരോ ഇതിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ വിചാരിച്ചിട്ടാണ് ഇടാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ നാളത്തെ മക്കൾക്ക് ക്ലാസ്സിൽ എനിക്ക് അമ്മൂനും ഇവർക്കൊക്കെ തിരക്കാറുണ്ട്. നമുക്ക് വീഡിയോസ് എടുത്തിരുന്നെങ്കിൽ ആ കുട്ടികൾക്കും തന്നെ ഒഴിവുണ്ടായിരുന്നില്ല. അങ്ങനെ അറിഞ്ഞ പറയാം. അച്ഛനെ കാണാനില്ല. രാജനെ കാണാനില്ല. ഉണ്ടാവും. പിന്നെ അടിച്ചുവരി തുടക്കലൊക്കെ നേരത്തെ ചെയ്തു. ഉച്ചയ്ക്ക് അതന്നെ ചെയ്തു. വലിയ കുഴപ്പമില്ല. ഞാൻ അരിയും കൂടെ അരച്ചിട്ടെ തുടങ്ങുന്നുണ്ട്. എന്ത് മീനാണ്? കിളിമീനും എന്താ പറയുന്നത് കോര. കിളിമീൻ. പിന്നെ ഇതിനെന്താ വേറെ പേര് പറയലോ? പുതിയാപ്പിളക്കോര. പുതിയാപ്പിളക്കോരയും കുഞ്ഞി അയിലയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുണ്ടാക്കട്ടെ. വറക്കൊക്കെ ചെയ്യാല്ലേ. ഇതുണ്ടാക്കട്ടെ. രാജത്തിൻ്റെ മെയിനായിട്ട് കുളിച്ചിട്ട് വറക്കൊക്കെയാണെങ്കിൽ അല്ലാണ്ട് ഇട്ടാകുമ്പോഴേക്കും ഇത് ഉണ്ടാക്കട്ടെ. എന്താ ചിട്ടാ പാടെ വരും. കുഞ്ഞിന് ഇത് പുതിയാപ്പിളക്കോര. ഇത് നിറയെ മുള്ളാവും ഇതിന്. രാജേട്ടനുണ്ടല്ലോ മല്ലിച്ചപ്പല്ലാത്ത മറ്റേ പുതിനയില കൊണ്ടുവന്നിട്ടുണ്ട്. പുതിനയിലൊക്കെ ഇട്ടിട്ട് അത്ര വറക്കേണ്ടത്. എന്നൊരു വെറൈറ്റി ആയിട്ട്. അപ്പം എന്നാ അങ്ങനെ ഉണ്ടാക്കാൻ വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് നല്ല കൊതുകുകൾ വരും. ഒന്നും കൂട്ട് കയറില്ല. ഒക്കെ നടക്കുകയാണ് അതിൽ. കൊത്തു കൂട്ടുന്നുണ്ട്. വേഗം ഉണ്ടാക്കാം. മീൻ നേരെ ആക്കിട്ടോ. ഇത് വറക്കാടുക്കാം. ഇത്ര മതി കറി വയ്ക്കാൻ. കറി തേങ്ങ അരച്ച് വെക്കാൻ വെച്ചിട്ടാ. ഇത് ചിലപ്പോൾ നാളെ ഉച്ചാരേക്കും കൂടെ അങ്ങനെ നീട്ടി വെക്കാൻ വെച്ചിട്ടാണ്. പിന്നെ രാവിലെ നീട്ടാ കറി വെക്കണ്ടല്ലോ. ഉള്ളിയൊക്കെ ഒന്ന് നേരെ ആക്കിയിട്ട് ചോറാവണേ ഉള്ളൂ. ഉള്ളിയൊക്കെ നേരെ ആക്കിയിട്ട് പുതിനയില എന്താ കൊണ്ടുവന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ എന്തോ മെയിനാ പറയുന്നത്. പുതിനയിലയും മല്ലിച്ചപ്പും കുരുമുളകൊക്കെ കൂട്ടിയിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂട്ടിയിട്ട് ഉപ്പാടെ കൂട്ടിയിട്ടാണ് വറുത്തൊക്കെ. ഇതൊക്കെ നേരെ ആക്കട്ടെ. മറ്റേ മല്ലിച്ചപ്പും പുതിനയിലയും ചെറുള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തളച്ചിട്ട് കേട്ടോ.
ഇനി ഞാൻ മീൻ വറക്കാനായിരുന്നു തേച്ച് പിടിക്കണം. നമുക്ക് ഞാൻ എപ്പോഴും മീനിലും ഇട്ടിട്ട് ഇതാക്കണം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ച് കട്ട ഒട്ടി നിൽക്കുന്നുണ്ടാവും. അപ്പയ്ക്ക് തോന്നി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പുരട്ടേക്കാണ്. മുളക്, മീൻ വറക്കണേക്ക് ആവശ്യത്തിനുള്ള മുളക്, പിന്നെ കുരുമുളക് പൊടി കഴിഞ്ഞോ, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ അരച്ച പേസ്റ്റ്. ഒരു വെറൈറ്റി കേട്ടോ. നമുക്ക് ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കണ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ നല്ല പാലം. ഇതിപ്പോൾ ഇങ്ങനെ രാജേട്ടൻ പറഞ്ഞു പുതിനയിലിട്ട് വെച്ചാൽ നല്ല മണം ഉണ്ടാവും, നല്ല പ്രത്യേക ടേസ്റ്റ് ആവുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. ഇതൊക്കെ കൂട്ടിയിട്ട് ഉപ്പും വേണം. അവരെന്തും കൂടെ റേഷൻ കടയിലും പോകണം, തറവാട്ടിലേക്കും ഒക്കെ അങ്ങനെയായിട്ട് പോയതാണ്. കുറച്ച് വെള്ളം കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് മസാല നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ പുതിനയിലൊക്കെ. മീനിനെ തേച്ച് കൊടുക്കട്ടെ. ഇതിൽ തലയുടെ ഭാഗം ഇങ്ങനെ എടുക്കണം ഇഷ്ടം. തല അതിൻ്റെ ആ തലല്ലേ വറുത്താലൊക്കെ. രാജയുടെ ചീത്ത അറിയും തലയൊക്കെ എടുത്താൽ തല കളയാനും. പക്ഷെ ഒക്കെ എടുത്ത് തല ഇഷ്ടം. ഞാൻ അമ്മയോടൊക്കെ പറയാം, അവർ ബാക്കിക്ക് വെക്കി തരാൻ പറയും. അങ്ങനെ നല്ലോണം തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അതിലൊക്കെ തേച്ച് പിടിക്കട്ടെ. അപ്പം മീനുകളൊക്കെ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ കിടത്തിച്ചു. ഇനി ഇതൊരു കുറച്ച് നേരം കിടക്കട്ടെ, എന്നാലും അതൊന്ന് പിടിക്കുള്ളൂ അതിലേക്ക് നല്ലപോലെ. അപ്പോഴേക്കും ഇതാ മീൻ കറി വെക്കാൻ പുളിഞ്ഞ വെള്ളത്തിലിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ കുതിരട്ടെ. അപ്പോഴേക്കും ഞാൻ തേങ്ങ ചിരകിയിട്ട് ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് അരച്ചും വെക്കും. അപ്പോഴേക്കും ഇതൊന്ന് കുറച്ച് നേരം പിടിക്കട്ടെ. ഓയിൽ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ അത് ഒഴിച്ചിട്ട് വെച്ചിട്ട് വേഗം മേലെഴുകി. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് പിന്നെ എനിക്ക് തണുക്കൽ തുടങ്ങും. അപ്പോൾ ഞാൻ വേഗം മേലെഴുകിയിട്ടേ വന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി കവറിലെടുത്തേക്കുന്ന കുറച്ച് കഴിയുമ്പോൾ അതങ്ങനെ ഇറങ്ങിയിട്ടേ നമ്മളെ കറിയിൽ കണ്ടാവും പുളിയും തക്കാളിയും പച്ചമുളകും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് മുളക് പൊടി ഇടാം. ഇടയ്ക്ക് ഉണ്ടാക്കുന്ന തന്നെയാണ് ഇങ്ങനെ ദോശ. അത് ആർക്കും വേണ്ട. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അത് വേവിക്കട്ടെ. അതിൻ്റെ മീൻ ഇട്ടിട്ട് തേങ്ങ ചേർത്ത് അപ്പോൾ ഇവിടെ ഉണ്ടല്ലേ വേവട്ടെ. അപ്പോഴേക്കും മീൻ വറക്കാം. എന്നാൽ പിന്നെ പണി വേഗം ഒരുങ്ങും. ഞാനിപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം കേട്ടോ. മനസ്സിക്ക് നല്ലാത്തൊരു വിഷമം. കാരണം എന്താ വെച്ചിട്ടാ, നമ്മൾ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി നോക്കുമല്ലോ, വാച്ച് അവറിൻ്റെ കാര്യം 3000 ആവാറായിരുന്നു കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ 2700 ഇത്രയേ ഉള്ളൂ. 2900 സംതിങ് ഉണ്ടായിരുന്നു, 3000-ൻ്റെ അടുത്ത്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രതീക്ഷിച്ചതേ ഇല്ല. കാരണം നമ്മളെപ്പോലുള്ള മനസ്സാകെ ഒരുമാതിരി ആവുക അങ്ങനെ കുറഞ്ഞപ്പോഴേ. ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ടൊക്കെ ചെയ്യുകയാണെന്ന് അറിയില്ല. ഇപ്പം അത്ര ഉണ്ടായിട്ടൊക്കെ കുറയുമ്പോഴേ വല്ലാത്തൊരു സങ്കടം. കഴിയുന്ന മനസ്സൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ടും അറിയില്ല. ഈ പോക്ക് പോയാൽ ഇങ്ങനെ എനിക്കിങ്ങനെ ഇതാവാൻ പറ്റുന്ന മോട്ടിവേഷൻ ആവാമെന്ന് എനിക്കൊരു കൊല്ലം കൊണ്ട് ആ പ്രതീക്ഷയൊക്കെ പോയി. കാരണം അവർ ഇത്രയും കൂടി കുറയ്ക്കുക പറയുമ്പോൾ ആദ്യം നമ്മളതിൽ നോക്കുമ്പോൾ ഉണ്ടാകുന്നു വാച്ചവർ ഇത്രയും പറഞ്ഞിട്ട് ഉണ്ടാകുന്നു 2900 ഇത്രയും ഉണ്ടാകുന്നു, 48 ഉണ്ടാകുന്നു. ഒക്കെ എനിക്ക് നോക്കുമ്പോൾ 2100 ഉള്ളൂ. ഇനി എങ്ങനെ എത്ര ഉണ്ടാവുക അറിയില്ല. എന്നാലും ഞാൻ വീഡിയോസൊക്കെ ഇടുന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്താ അറിയില്ല. ഒക്കെ എനിക്ക് ഇങ്ങനെ കുറയാനേ. എന്തായാലും ഇങ്ങനെ കണ്ടപ്പോൾ ആകെ ഒരു വർഷമാണ്. ഇനി എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് മനസ്സിക്കൊരു മടുപ്പ് തോന്നും.
എന്ത് ചെയ്താലും അതങ്ങനെ മീൻ ഇതൊക്കെ ഒന്ന് വേവട്ടെ. ഇങ്ങനെ ആലോചിച്ചാൽ തലവേദന പിടിക്കും. രാജേഷിനോട് അപ്പോഴും പറയട്ടോ, യൂട്യൂബിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ടെൻഷൻ പറയുന്നുണ്ട്. നമ്മൾ ഇത്രയും ചെയ്തിട്ടും ഇങ്ങനെ കുറയുമ്പോഴേ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണം അറിയില്ല. വെച്ച് കാണാം. മീൻ ഞാൻ വറുത്തെടുത്തു. നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണ്ണൊക്കെ ഉണ്ട് ഇട്ടതിന്. നമ്മളിങ്ങനെ ആദ്യം ഉണ്ടാക്കൊണ്ടാവും നമുക്കതൊരു പ്രത്യേകത തോന്നുന്നത്. പിന്നെ തേങ്ങ അരച്ചിട്ടുണ്ട്. തേങ്ങ ചേർക്കാം. പച്ച തേങ്ങ കേട്ടോ, മല്ലിയൊന്നും ചേർത്തിയിട്ടില്ല. പച്ച തേങ്ങ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. അതിന് കറിയാവും. നാളെ മക്കളുടെ ചെയ്യുമല്ലേ. അപ്പോൾ ഇത് വേറെ എന്തെങ്കിലും കൊണ്ടുവരും അറിയില്ല കേട്ടോ നാളത്തേക്കുള്ളത്. അല്ലാണ്ട് പോകണ്ട. ഇവിടെ നല്ല അയിലക്കറി, തേങ്ങയൊക്കെ വെച്ചിട്ട് അയിലക്കറി. ഇതൊന്നും കിടക്കട്ടെ. അപ്പോഴത്തേക്ക് ചെറുള്ളി അരിഞ്ഞിട്ടുണ്ട്. ഉണ്ടാവും കുറച്ച് മതി. അതും കൂടെ നമുക്ക് തള വരാനേ പറ്റുള്ളൂ. എനിക്ക് എന്താണ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇടങ്ങാറ് തോന്നുന്നു. ഇത്ര ഇടങ്ങാറായിട്ട് ദിവസമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഒറ്റ അടിച്ച് ഇങ്ങോട്ട് കുറഞ്ഞപ്പോഴേക്കും അതന്നെ മറച്ചിട്ട് എന്തോ ഒരു പോലെ സന്തോഷിച്ചായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ 3000 ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചത്. എന്താ ഇങ്ങനെ ആവുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. തോന്നുന്നു ഞാൻ അമ്മയോട് പറയാ, കുഞ്ഞാമ്മ നിർത്തിയാലോ, വീഡിയോ എടുക്കൽ നിർത്തിയാലോ പറയുക. നമുക്കിങ്ങനെ കൂടുമ്പോൾ നമുക്ക് വീഡിയോസ് ഇടാനൊക്കെ ഭയങ്കര ഉഷാറല്ലേ. പിന്നെ അതൊന്ന് കുറയുമ്പോൾ നമുക്കൊരു അങ്ങനെ കറി തള വന്നു കേട്ടോ. തിളച്ചു. അപ്പോൾ ഇത് വാങ്ങി വയ്ക്കുക. ആരെ കയ്യിൽ കുഴിയാർന്ന് പോകും. നോക്കേ ഞങ്ങളുടെ ചെറുള്ളി കറിവേപ്പില കൂടെ ഇട്ട് ഒരു വെള്ളം ഉണ്ടാവും. വെള്ളം വറ്റട്ടെ. സമയപ്പോൾ 7:30 ആയിരുന്നു. രാജൻ്റെ റേഷൻ കടയ്ക്ക് വഴുതാരി മേടിക്കാൻ. പിന്നെ ഞങ്ങൾ തറവാട്ടിൽ കൂടെ പോയി കുറച്ച് നേരം ആവുണ്ടാവും വരാൻ. അപ്പം കറി വറുത്തിട്ടാലേ ഞാൻ പിന്നെ കറി വരും. ഉച്ചയ്ക്ക് ഞാൻ രസം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളെ ഇല്ലേ വെണ്ടയ്ക്കോണ്ട് ഉപ്പേരി ഉണ്ടാക്കിയാണ്. കുട്ടികളാരും അപ്പത്ത് കഴിച്ചു, നമ്മ കഴിക്കില്ല. പിന്നെ മീനൊന്നും ഉച്ചയ്ക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പഴിമാറ്റൊക്കെ കൊണ്ടുവന്നു. പിന്നെ നാളത്തേക്ക് മീനുള്ളതായാലും ദോശയ്ക്കുള്ളത് അരച്ച് വെച്ചിട്ടുണ്ട്. ചോറ് കൊണ്ടിട്ടില്ല, നല്ല വേവിലായിരിക്കും. നിങ്ങൾ ആക്കണം. ഇവിടെ എപ്പോഴും അങ്ങനെ കേട്ടോ, നല്ല ചൂടോടുകൂടെ ഇങ്ങനെ കഴിക്കാൻ. എന്നുവെച്ചാൽ പണി നമുക്ക് ഉണ്ടാവും, കിടക്കണ വരെ പണിയില്ലോ. ഇനി വാർത്ത് വെച്ചാൽ കഴിക്കാറാണെങ്കിൽ ആവി വറുക്കും. ഇന്നെടുത്ത് നാളത്തേക്കുള്ളതും കൂടെ ഉണ്ട്. നാളത്തേക്ക് ഓരോന്നും കൂടെ എടുത്ത് വയ്ക്കാനുള്ളത്. അപ്പോൾ മൂപ്പം കറിവേപ്പിലിടാം. തീയൊക്കെ ചെയ്തിട്ട് കറിവേപ്പില പിന്നെ കുറച്ച് മേലെ കേട്ടിട്ട് അവിടെ നിൽക്കണില്ല. പിന്നെ മേലെ തന്നെ വയ്ക്കാം. കറി ആ മൺചട്ടിയിലേക്കുള്ളൊരു പ്രത്യേക ടേസ്റ്റ്.
കറി റെഡി ആയിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് മീനും കൂടെ ആവട്ടെ. പുറത്തുണ്ടാക്കണം കൈ പോകും. പിന്നെ വറുത്ത പിന്നെ ഒന്ന് ടേസ്റ്റ് നോക്കിയതാ കേട്ടോ. നല്ല രസമുണ്ട്. എന്നുവെച്ചാൽ ആ പുതിനയുടെ ഇലല്ലേ അതിൻ്റെ ടേസ്റ്റ്. ഒന്ന് വിരുന്നേരൊക്കെ വരുമ്പോഴേ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത അടിപൊളി കേട്ടോ. നല്ല രസമുണ്ട്. ഇതിലെന്തിൻ്റെ കുറവുണ്ട് അറിയോ? ചെറുതാണെങ്കിൽ അതും കൂടെ ഒന്ന് വിഴുങ്ങി അടിപൊളിയായിട്ടുണ്ടാവും. സൂപ്പറാണ്. നമുക്ക് വിരുന്നേരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം. നല്ല മുള്ളുള്ള മീനാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ തൊണ്ടയിൽ കൊടുക്കും. സമയം 8 മണിയായിട്ടോ. 8 മണിയായി. അപ്പോൾ പണിയൊക്കെ ഏകദേശം ഒരുങ്ങി. അപ്പം ഇനി രാജേട്ടനെ അപ്പോൾ എത്തിയിട്ടില്ല. അപ്പം എന്നാൽ അവർ വന്നിട്ട് അങ്ങോട്ട് ചോറുന്നാലോചിച്ചിട്ട് കാത്തിരിക്കുകയാണ്. പിന്നെന്താ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം നിർത്തിയാലോ? എനിക്കറിയില്ല കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു വീഡിയോ എടുക്കാനുള്ള ആ ഉഷാറില്ല. അതടക്കം പോയി. അറിയില്ല എങ്ങനെയാണ് വരണമെന്ന് വെച്ചാൽ അറിയില്ല. ഒരു വർഷമൊക്കെ എങ്ങനെയും നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ വെച്ച് നിർത്താം. അങ്ങനെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്.